ശനിയാഴ്ച ഉച്ചയ്ക്ക് കൃത്യം 2 മണി. വാളകത്തെ കീഴൂട്ട് തറവാട്ടിനുള്ളിൽ നടന്നത് സിനിമയെപ്പോലും വെല്ലുന്ന നാടകീയ രംഗങ്ങളാണ്. ഒരു വശത്ത് സംസ്ഥാനത്തെ അതിശക്തനായ ഒരു മന്ത്രി, മറുവശത്ത് ആ മന്ത്രിയുടെ തന്നെ ഭാര്യ. അവരുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. ആ ഫോണിനുള്ളിൽ മന്ത്രിയുടെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ കെൽപ്പുള്ള ചില ദൃശ്യങ്ങളുണ്ട്. അവളെ തടയൂ, ആ ഫോൺ പിടിച്ചു വാങ്ങൂ എന്നൊക്കെ മന്ത്രി അലറുന്നു. സ്വന്തം പേഴ്സണൽ സ്റ്റാഫിലെ ഗുണ്ടകൾ ഒരു സ്ത്രീയെ വളയുന്നു. അവർക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, പോലീസ്. കേരള പോലീസിന്റെ 112 എന്ന എമർജൻസി നമ്പറിലേക്ക് ആ സന്ദേശം എത്തുന്നു. എന്നെ രക്ഷിക്കൂ, ഞാൻ ഗണേഷ് കുമാറിന്റെ ഭാര്യയാണ്. എന്റെ ജീവൻ അപകടത്തിലാണ്. പോലീസ് സ്ഥലത്തെത്തുന്നു. പക്ഷെ അവിടെ കണ്ട കാഴ്ച പോലീസിനെ പോലും തളർത്തിക്കളഞ്ഞു. യൂണിഫോം ഇട്ട പോലീസുകാർ നോക്കി നിൽക്കെ ഒരു സ്ത്രീ വേട്ടയാടപ്പെടുന്നു. മന്ത്രിയുടെ ഗുണ്ടകൾ വാതിൽ കുറ്റിയിട്ട് അവരെ തടയുന്നു. ഒടുവിൽ കരഞ്ഞുകൊണ്ട് പ്രാണരക്ഷാർത്ഥം ആ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടേണ്ടി വന്നത് ഒരു മന്ത്രി പത്നിക്കാണ്. എന്താണ് വാളകത്ത് ശരിക്കും സംഭവിച്ചത്? മന്ത്രിയെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് പിന്നിലെ അശ്ലീല സത്യം എന്താണ്? മുൻ DGP ആർ ശ്രീലേഖ ഈ സംഭവത്തെക്കുറിച്ച് നൽകിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ എന്താണ്? കേരളം ഇന്ന് വരെ കേൾക്കാത്ത ആ വാളകം സ്റ്റോറി നമുക്കിന്ന് അനാവരണം ചെയ്യാം. നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ KB ഗണേഷ് കുമാർ എന്ന പേര് വിവാദങ്ങളുടെ തോടനാണ്. പക്ഷെ ഇത്തവണത്തെ വിവാദം വെറും ഒരു അഴിമതിയോ രാഷ്ട്രീയ ചക്കളത്തിപ്പോരോ അല്ല. അത് അധാർമികതയുടെയും സ്ത്രീ വിരുദ്ധതയുടെയും അങ്ങേയറ്റമാണ്. നമുക്ക് കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കാം. ശനിയാഴ്ച ഉച്ചയ്ക്ക് മന്ത്രി ഗണേഷ് കുമാർ വാളകത്തെ തന്റെ കുടുംബ വീട്ടിലായിരുന്നു. അവിടെ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല. മന്ത്രിയെ അവിടെ കാണാൻ എത്തിയവർ ആരാണ്? അദ്ദേഹം അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? ഇതറിയാൻ വേണ്ടിയാണ് മന്ത്രിയുടെ ഭാര്യ അപ്രതീക്ഷിതമായി അവിടെ എത്തുന്നത്. മുൻകൂട്ടി അറിയിക്കാതെ അവർ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കണ്ട കാഴ്ച അവരെ തകർത്ത് കളഞ്ഞു. കാണാൻ പാടില്ലാത്ത സാഹചര്യം, ഇതാണ് മാധ്യമങ്ങൾ ഉപയോഗിച്ച വാക്ക്. ഇതിന്റെ അർത്ഥം നമ്മൾ മലയാളികൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ടതില്ലല്ലോ. തന്റെ ഭർത്താവിനെ മറ്റൊരു സ്ത്രീയുമായി അവിഹിത സാഹചര്യത്തിൽ കണ്ട ഭാര്യ തകർന്നു പോകാതെ ആ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി. അവിടെയാണ് ഈ നാടകത്തിന്റെ ഒന്നാം അംഗം തുടങ്ങുന്നത്. ഭാര്യ ദൃശ്യങ്ങൾ പകർത്തി എന്ന് കണ്ടതോടെ മന്ത്രി പരിഭ്രാന്തനായി. ആ ദൃശ്യങ്ങൾ പുറത്തു പോയ തന്റെ മന്ത്രിസ്ഥാനവും രാഷ്ട്രീയ ഭാവിയും ഇല്ലാതാകുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഉടൻ തന്നെ അദ്ദേഹം തന്റെ വിശ്വസ്തരായ സഹായികളെ വിളിച്ചു. പ്രദീപ്, ശാന്തൻ എന്നിവർ അവിടെ എത്തുന്നു. ഒരു മന്ത്രി ചെയ്യേണ്ടത് എന്താണ്? കാര്യങ്ങൾ സംസാരിച്ച് തീർക്കുക. പക്ഷേ ഗണേഷ് കുമാർ ചെയ്തത് തന്റെ സ്റ്റാഫിനോട് ഭാര്യയെ കൈകാര്യം ചെയ്യാൻ ഉത്തരവിടുകയാണ്. ആ മൊബൈൽ വാങ്ങൂ, അവളെ വിടരുത്. ഈ ആക്രോശം ആ വീടിനുള്ളിൽ മുഴങ്ങി. ഒരു സ്ത്രീയെ, അതും സ്വന്തം ഭാര്യയെ ഗുണ്ടകളെ പോലെ പെരുമാറുന്ന പുരുഷന്മാർക്കിടയിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു മന്ത്രിയെ കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? അവർ വീടിനുള്ളിലേക്ക് ഓടി വാതിൽ കുറ്റിയിട്ട് അവരെ തടയാൻ സ്റ്റാഫ് ശ്രമിച്ചു. ഈ പിടിവലിക്കിടയിൽ അവർക്ക് ശാരീരികമായി മർദ്ദനമേറ്റു എന്നാണ് പുറത്തു വരുന്ന വിവരം. തന്റെ ജീവനും അഭിമാനവും അപകടത്തിലാണെന്ന് കണ്ടപ്പോൾ അവർക്ക് മുന്നിൽ മറ്റൊരു വഴിയും ഇല്ലായിരുന്നു. അവർ ഉടൻ തന്നെ തന്റെ ഭർത്താവിന്റെ സഹോദരിയായ മുൻ DGP ആർ ശ്രീലേഖയെ ഫോണിൽ വിളിച്ചു. ശ്രീലേഖ അവർക്ക് നൽകിയ നിർദ്ദേശം വളരെ കൃത്യമായിരുന്നു. ഇപ്പൊ തന്നെ 112 വിളിക്കൂ എന്ന്. കേരള പോലീസിന്റെ അഭിമാനമായ ടോൾ ഫ്രീ നമ്പറാണ് 112. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് നിന്നാണ് ഇത് നിയന്ത്രിക്കുന്നത്. അവിടെ നിന്നും ഉടൻ തന്നെ ലോക്കൽ പോലീസിന് വിവരം കൈമാറി. പോലീസ് വാളകത്തെ വീട്ടിലെത്തി. പക്ഷെ ഇവിടെയാണ് സാംസ്കാരിക കേരളം തല താഴ്ത്തേണ്ടത്. പോലീസുകാർ അവിടെ എത്തുമ്പോൾ മന്ത്രിയുടെ സ്റ്റാഫ് ഭാര്യയെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. പോലീസ് ഇടപെടാൻ ശ്രമിച്ചെങ്കിലും മന്ത്രിയുടെ സാന്നിധ്യം അവരെ ഭയപ്പെടുത്തി. മന്ത്രിയുടെ ആജ്ഞാനുസരണം പോലീസ് പിൻവാങ്ങി എന്നാണ് ആരോപണം. സഹായത്തിനായി നിലവിളിച്ചൊരു സ്ത്രീയെ മന്ത്രിയുടെ ക്രോധത്തിന് മുന്നിൽ വിട്ടുകൊടുത്ത് പോലീസ് പിന്മാറി എങ്കിൽ സാധാരണക്കാരായി നമുക്ക് എന്ത് സുരക്ഷയാണ് ഈ നാട്ടിലുള്ളത്? ഒന്ന് ഇരുത്തി ചിന്തിക്കുക. പലപ്പോഴും മന്ത്രിമാരുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഇത്തരം ആരോപണങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ ഇവിടെ ഈ വാർത്തയ്ക്ക് ആധികാരികത നൽകുന്നത് മുൻ DGP ആർ ശ്രീലേഖയാണ്. അവർ ഒരു മാധ്യമത്തോടും കള്ളം പറയേണ്ട കാര്യമില്ല. അവർ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുന്നു. മന്ത്രി പത്നി തന്നെ വിളിച്ചു എന്നത് സത്യമാണ്. അവർ ആകെ പേടിച്ചരണ്ടിരുന്നു. താൻ തന്നെയാണ് അവരോട് 112 പരാതിപ്പെടാൻ പറഞ്ഞത്. കൗൺസിലർ എന്ന നിലയ്ക്കോ രാഷ്ട്രീയക്കാരി എന്ന നിലയ്ക്കോ അല്ല, തന്റെ ഭർത്താവിന്റെ അനിയത്തി എന്ന നിലയ്ക്കാണ് താൻ ഇടപെട്ടത്. ശ്രീലേഖയുടെ ഈ വെളിപ്പെടുത്തൽ ഗണേഷ് കുമാറിനെ ശരിക്കും വെട്ടിലാക്കിയിരിക്കുകയാണ്. ഒരു മന്ത്രി സ്വന്തം വീട്ടിൽ അനാശാസം നടത്തുകയും അത് ചോദ്യം ചെയ്ത് ഭാര്യയെ മർദ്ദിക്കാനായി ഗുണ്ടകൾക്ക് ഒത്താശ ചെയ്യുകയും ചെയ്തു എന്നതിന് ഇതിലും വലിയ എന്ത് തെളിവാണ് വേണ്ടത്? ഇനി നമുക്ക് നമ്മുടെ നാട്ടിലെ സദാചാര പോലീസിനെയും മാധ്യമ സിംഹങ്ങളെയും ഒന്ന് നോക്കാം. മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന്റെ പേരിൽ ഒരു വാട്സപ്പ് സ്ക്രീൻഷോട്ട് വന്നാൽ രാത്രി 8 മണിക്ക് ചാനലുകളിൽ ഇരുന്ന് തൊണ്ട കീറുന്ന നിഷ്പക്ഷ മാധ്യമങ്ങൾ ഇപ്പോൾ എവിടെയാണ്? ഈ വിഷയം ആരും വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യുന്നില്ല. ഒരു സംസ്ഥാന മന്ത്രി തന്റെ ഭാര്യയെ മർദ്ദിക്കാൻ കൊട്ടേഷൻ നൽകി എന്നത് വാർത്തയല്ലേ? മന്ത്രിയുടെ വീട്ടിൽ അവിഹിതം നടന്നത് നിങ്ങളുടെ ചർച്ചാ വിഷയമല്ലേ?
ഒരു മുൻ DGP തന്നെ തെളിവുമായി വന്നിട്ടും എന്തുകൊണ്ടാണ് പല പ്രമുഖ മാധ്യമങ്ങളും ഇത് മുക്കുന്നത്? പോലീസിന്റെ കാര്യം പറയുകയേ വേണ്ട. ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ ഒരു അവിഹിതം നടന്നാൽ സദാചാര പോലീസ് ചമഞ്ഞു വരുന്ന ഉദ്യോഗസ്ഥർ മന്ത്രിയുടെ അവിഹിതത്തിന് കാവൽ നിൽക്കുന്നത് എന്ത് നീതിയാണ്? 112-ൽ പരാതി നൽകിയിട്ടും എന്തുകൊണ്ട് കേസെടുത്തില്ല? എവിടെയാണ് FIR ഉള്ളത്? എവിടെയാ ഫോണ്? ആ ഫോണിലെ തെളിവുകൾ നശിപ്പിക്കാൻ പോലീസും കൂട്ടുനിന്നോ? KB ഗണേഷ് കുമാർ ഇത്തരം വിവാദങ്ങളിൽ പെടുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. പണ്ട് യാമിനി തങ്കച്ചിയുമായുള്ള വിവാദങ്ങൾ ഓർമ്മയുണ്ടോ? അന്ന് UDF സർക്കാരിൽ മന്ത്രിയായിരിക്കെ മർദ്ദനമേറ്റു എന്ന് പറഞ്ഞ് യാമിനി തങ്കച്ചി രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നിരുന്നു. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു. പക്ഷെ ഇന്ന് LDF സർക്കാരിൽ പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ കാര്യങ്ങൾ വളരെയേറെ വ്യത്യസ്തമാണ്. അന്ന് യാമിനി തങ്കച്ചി പരാതിപ്പെട്ടപ്പോൾ നടപടിയുണ്ടായി. ഇന്ന് മറ്റൊരു ഭാര്യ പരാതിപ്പെടുമ്പോൾ പോലീസ് മൂടി വെക്കുന്നു. സോളാർ കേസിൽ അന്ന് സർക്കാരിനെ വട്ടം ചുറ്റിച്ചതിൽ ഗണേഷ് കുമാറിന്റെ പങ്കും ഇതോടൊപ്പം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അന്ന് മന്ത്രിയുടെ PA-മാരുടെ പങ്കും നമ്മൾ കണ്ടതാണ്. ഇന്ന് വീണ്ടും പ്രദീപിനെ പോലെയുള്ള സഹായികൾ സ്ത്രീകളെ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെ വളർന്നിരിക്കുന്നു. ഇതെന്താണ്? രണ്ട് നീതി. ഭരണപക്ഷത്തിന് മറ്റൊരു നീതി, ജനങ്ങൾക്ക് വേറൊരു നീതി. കേരള മുഖ്യമന്ത്രിയോട് ചില ചോദ്യങ്ങളുണ്ട്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുന്ന താങ്കളുടെ മന്ത്രിസഭയിലെ ഒരു അംഗം സ്വന്തം ഭാര്യയെ മർദ്ദിക്കുമ്പോൾ താങ്കൾ എന്താ ചെയ്യുന്നത്? ഒരു മുൻ DGP തന്നെ ഈ വിവരം സ്ഥിരീകരിച്ചിട്ടും സൈബർ വിങ്ങും പോലീസും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മന്ത്രിയുടെ സഹായികൾക്കെതിരെ പിടിച്ചുപറി ശ്രമത്തിന് കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ്? മന്ത്രി പത്നി പകർത്തിയ ദൃശ്യങ്ങൾ ഇപ്പോൾ എവിടെയാണ്? ആ ഫോൺ ആരാണ് കൈവശപ്പെടുത്തിയിരിക്കുന്നത്? ഇത് വെറും ഒരു കുടുംബ പ്രശ്നമായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത് അധികാരത്തിന്റെ അഹന്തയാണ്, ഹുങ്കാണ്. സ്വന്തം ഭാര്യയോട് പോലും നീതി കാണിക്കാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു നാടിനെ സേവിക്കാൻ കഴിയുക? 112 എന്ന സംവിധാനത്തെ പോലും നോക്കുകുത്തിയാക്കാൻ അധികാരത്തിന് കഴിയുമെങ്കിൽ നാളെ നമുക്കും ഇതേ അവസ്ഥ ഉണ്ടാകില്ലേ? വാളകത്തെ ആ വീട്ടിൽ നിന്നും ഒരു ടാക്സി കാറിൽ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോകേണ്ടി വന്ന ആ സ്ത്രീക്ക് നീതി ലഭിക്കണം. ആ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ എന്ത് തന്നെ ആയാലും അത് പുറത്തു വരണം. മാധ്യമങ്ങൾ കണ്ണടച്ചാലും ജനങ്ങൾ കണ്ണടക്കില്ല. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ തീർച്ചയായും ഒരു മടിയും കൂടാതെ പരമാവധി ഷെയർ ചെയ്യുക. അഴിമതിയും അവിഹിതവും അധികാര ദുർവിനിയോഗവും നടത്തുന്നവർ എത്ര ഉന്നതരായാലും അവർ നിയമത്തിന് മുന്നിൽ വരണം. തുടർന്നുള്ള വെളിപ്പെടുത്തലുകൾക്കായി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.